ഇനി നമുക്ക് മെമ്മറി അലൊക്കേഷൻ സ്കീമിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിരുന്നു, ലാസ്റ്റ് ഇയറിലെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിട്ട്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനകത്ത് ആദ്യം മെമ്മറി ബ്ലോക്സിൻ്റെ സൈസസ് തരും, പിന്നെ അതേപോലെ തന്നെ നമ്മൾ അലൊക്കേറ്റ് ചെയ്യേണ്ട റിക്വസ്റ്റുകളുടെ സൈസും തരും. ഓക്കെ, സോ ഇവിടെ മെമ്മറി ബ്ലോക്സിൻ്റെ സൈസ് ആ ഓർഡറിൽ തന്നെ വേണം നമ്മൾ എഴുതാനായിട്ട്. ഇപ്പം മെമ്മറി ബ്ലോക്കിൻ്റെ സൈസ് 100, 500, 200 ആൻഡ് 300 KB ആ ഒരു ഓർഡറിൽ തന്നെ നമ്മൾ എഴുതുക. ഇപ്പോൾ ഇങ്ങനെ എനിക്ക് ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കാനേ പറ്റുന്നുള്ളൂ, കാര്യം ഇത്ര സ്പേസ് കുറവായതുകൊണ്ട് ഞാനതിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുക. സോ 100 ഉണ്ട്, 500 KB ഉണ്ട്, then 200 KB ഉണ്ട്, 300 KB ഉണ്ട്. സോ ദിസ് ഈസ് മൈ മെമ്മറി അലൊക്കേറ്റഡ് മെമ്മറി ബ്ലോക്സ്. ഓക്കെ, ഇതിലേക്ക് എനിക്ക് പല റിക്വസ്റ്റുകൾ വരുന്നുണ്ട്. 112, 418 ആൻഡ് 90 KB ആവശ്യമായിട്ടുള്ള റിക്വസ്റ്റുകൾ പ്രോഗ്രാംസ് റൺ ചെയ്യാൻ വേണ്ടി മെമ്മറി റിക്വസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെങ്ങനെ ഇതിനകത്ത് ബെസ്റ്റ് ഫിറ്റും ഫസ്റ്റ് ഫിറ്റ് സ്ട്രാറ്റജിയും വർക്ക് ചെയ്യുമെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പോകാം. സോ ഇത് സ്ട്രക്ചറിനെ അങ്ങനെ തന്നെ കാണിച്ചിട്ടുണ്ട്. മെമ്മറി ബ്ലോക്കുകൾ 4 അതിൽ ഓരോന്നിൻ്റെ സൈസ് എന്താണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. പിന്നെ അലൊക്കേറ്റ് ചെയ്യാനുള്ള പ്രോസസ്സുകൾ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. ഇനി നമ്മൾ ഫസ്റ്റ് നമ്മുടെ അലൊക്കേഷൻ സ്ട്രാറ്റജി നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്നത് ഫസ്റ്റ് ഫിറ്റും ബെസ്റ്റ് ഫിറ്റും തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഫിറ്റ് അലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ കയ്യിൽ കുറേ മെമ്മറി ബ്ലോക്സ് ഉണ്ടായിരിക്കും. ഈ സെനാരിയോ തന്നെ നമുക്ക് എഴുതാം. സെനാരിയോയിൽ നമ്മുടെ കയ്യിൽ ഒരു മെമ്മറി ബ്ലോക്ക് ഉണ്ട്, 100 ഉണ്ട്, 500 ഉണ്ട്, ദെൻ 200 ഉണ്ട്, ദെൻ 300 ഉണ്ട്. ഇത്രയും മെമ്മറി ബ്ലോക്കിനകത്താണ് നമ്മൾ ഓരോ റിക്വസ്റ്റുകളെ പ്ലേസ് ചെയ്യേണ്ടത്. സോ ആദ്യം വരുന്ന റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, 112 ആണ്. സോ റിക്വസ്റ്റുകൾക്ക് നമ്മുടെ ക്വസ്റ്റിനകത്ത് റിക്വസ്റ്റുകൾക്കും ഒരു സ്പെസിഫിക് ഓർഡർ ഉണ്ടായിരിക്കും. ആദ്യം വരുന്നത് എന്താണ്, 112, ദെൻ 418, ദെൻ 90 KB. അപ്പോൾ ആദ്യത്തെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, 112 വന്നു. 112 വന്നപ്പോഴേക്കും ഫസ്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ബ്ലോക്കിൻ്റെ ഫസ്റ്റ് മുതൽ നമ്മളിങ്ങനെ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് സ്കാൻ ചെയ്ത് പോകും. അപ്പോൾ അതിനകത്ത് ഏറ്റവും ആദ്യം ഫിറ്റ് ആവുന്നത് ആരാണോ അവിടെ ആയിരിക്കും നമ്മൾ റിക്വസ്റ്റിനെ പ്ലേസ് ചെയ്യുക. സോ നമ്മൾ 100-നകത്ത് 112 ഫിറ്റ് ആവില്ല. നമ്മൾ അടുത്ത ബ്ലോക്കിലേക്ക് നോക്കും, അവിടെ 500-നെ കണ്ടു. 500-നകത്ത് എന്ത് ചെയ്യും, 112 പ്ലേസ് ചെയ്യാൻ പറ്റും. ബാക്കി വരുന്ന എമൗണ്ട് ഓഫ് സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, 388 ഉണ്ട് അല്ലേ. 500 മൈനസ് 112 ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ആൻസറിലാണ് 388. അപ്പോൾ ഇനി നമ്മൾ നോക്കുമ്പോഴേക്കും 388 ഇനി നമുക്ക് യൂസ് ചെയ്യാൻ പാകത്തിന് റെഡിയായി നിൽക്കുന്ന ബ്ലോക്കാണ്. ഓക്കെ, സോ പിന്നെ 200 ഉണ്ട്, 300 ഉണ്ട്. സോ ഫസ്റ്റ് റിക്വസ്റ്റ് സക്സസ്ഫുള്ളായി, അതിനെ കൊടുത്തു. രണ്ടാമത്തെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 418 വരും. 418-നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ബ്ലോക്ക് ഓഫ് സ്പേസ് മെമ്മറി ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ 100-നകത്ത് 418-നെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. എഗെയിൻ 500 ഓൾറെഡി സ്പ്ലിറ്റ് ആയിപ്പോയി. ഇപ്പോൾ റിറ്റൈൻ ചെയ്യുന്നത് എത്ര മാത്രമേ ഉള്ളൂ, 388 ഉള്ളൂ. സോ 388-നകത്ത് നമുക്ക് ഒരിക്കലും 418-നെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല, 200-ന് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, 300-ന് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് റിക്വസ്റ്റ് ഹാവ് ടു ബി വെയിറ്റഡ്. എപ്പോഴാണോ നമ്മളുടെ ഈ ഒരു മെമ്മറി ബ്ലോക്ക് ഫ്രീ ആവുന്നത്, 418 സ്പേസ് ഒരുമിച്ച് എപ്പോഴാണോ അലൊക്കേറ്റ് ആവുന്നത്, ആ സമയം വരെ എന്ത് ചെയ്യണം, ഈ 418 എന്നുള്ള റിക്വസ്റ്റിന് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അത് കഴിയുമ്പോഴേക്കും നമ്മൾ തേർഡ് റിക്വസ്റ്റ് വരും. തേർഡ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 90 KB. അപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം ദ ലെഫ്റ്റ് ആയിരിക്കും. അവിടെ നമ്മൾ ആദ്യം കാണുന്ന മെമ്മറി ബ്ലോക്ക് എത്രയാണ്, 100 ആണ്. സോ 90 ക്യാൻ ഈസിലി ബി പ്ലേസ്ഡ് ഇൻ ദിസ് ബ്ലോക്ക് അല്ലേ. അപ്പം 90 നമ്മളവിടെ പ്ലേസ് ചെയ്തു. അപ്പോൾ നമ്മുടെ റിക്വസ്റ്റുകളെല്ലാം സർവീസ്ഡായി. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ടോട്ടലി അൺയൂസ്ഡ് സ്പേസ് നോക്കുവാണെങ്കിൽ 388 പ്ലസ് 200 പ്ലസ് 300 ഉണ്ട്. ഇത്രയും സ്പേസ് നമ്മുടെ കയ്യിൽ കിടപ്പുണ്ട്. എന്നിട്ടാണ് നമുക്ക് 888 സ്പേസ് ബ്ലോക്ക് ഓഫ് സ്പേസ് ഫ്രീ ആണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, നമ്മുടെ ഈ ഒരു റിക്വസ്റ്റിനെ അല്ലെങ്കിൽ 418 മെമ്മറി മാത്രം വേണ്ട ഒരു ബ്ലോക്കിനെ നമുക്ക് റിലീസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ഫിറ്റ് അലൊക്കേഷൻ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എന്ത് സംഭവിച്ചു, ഒരു റിക്വസ്റ്റിനെ ഹാൻഡിൽ ചെയ്യാനേ പറ്റിയില്ല. നമ്മുടെ കയ്യിൽ മെമ്മറി ബ്ലോക്ക് ഉണ്ടായിരുന്നു, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് അത്രയും അലൊക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മെമ്മറി സ്പേസ് ഉണ്ടായിരുന്നില്ല. ഇനി ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് സെക്ഷൻ, സെയിം അതിൻ്റെ സ്റ്റാറ്റസ് കാണിച്ചേക്കുവാണേ. B1-നകത്ത് 90 ആണ് കൊടുത്തത്, മറ്റേതിനകത്ത് 388 സ്പേസ് ഉണ്ടായിരുന്നു. B2-ൽ, B3-ൽ 200-ഉം B4-ൽ 300-ഉം അൺയൂസ്ഡ് ആണ്. നമ്മൾ ഒന്നിനും വേണ്ടി എടുത്തിട്ടില്ല, പക്ഷേ നമുക്കതിന് യൂസബിൾ ആയിട്ടുള്ള ഈ ഒരു റിക്വസ്റ്റിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബെസ്റ്റ് ഫിറ്റ് അലൊക്കേഷൻ. ബെസ്റ്റ് ഫിറ്റ് അലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഓർമ്മയുണ്ടോ, നമ്മുടെ കയ്യിൽ കുറേ ബ്ലോക്ക് ഓഫ് സ്പേസ് ഉണ്ട്. എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, 100 ഉണ്ട്, ദെൻ 500 ഉണ്ട്. ഒരിക്കലും ഈ ഓർഡർ മാറരുത് കേട്ടോ. 200 ഉണ്ട്, 200 300 ആയിരുന്നു, 300 200 ആയിരുന്നു, 200 300, 200 ഉണ്ട്, പിന്നെ 300 ഉണ്ട്. ഓക്കെ, അപ്പോൾ വന്ന ഫസ്റ്റ് റിക്വസ്റ്റ് എന്താണ്, 112. അപ്പോൾ 112 നമ്മൾ കൊടുക്കുമ്പം നമ്മൾ എന്ത് ചെയ്യും, ഓരോ ബ്ലോക്ക് സ്പേസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. എന്താണ് ഏറ്റവും മിനിമം ഡിഫറൻസ് ഉള്ള ബ്ലോക്കിലേക്കായിരിക്കും നമ്മൾ ആ ഒരു കറസ്പോണ്ടിങ് റിക്വസ്റ്റിനെ അലൊക്കേറ്റ് ചെയ്യുക. അപ്പോൾ 100 എന്ന് പറയുമ്പോഴേക്കും ഓൾറെഡി 100-ലേക്ക് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് 112 ഈസ് ഗ്രേറ്റർ ദാൻ 100. നെക്സ്റ്റ് വന്നപ്പോഴേക്കും ആരെ കണ്ടു, 500-നെ കണ്ടു. 500-ന് 112-നെ ഹോൾഡ് ചെയ്യാൻ പറ്റും, പക്ഷേ മിനിമം ഡിഫറൻസ് ആണോ എന്ന് നമുക്ക് നോക്കണം ബാക്കിയുള്ള മെമ്മറി ബ്ലോക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ 500-ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് 500 മൈനസ് 112 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 388 കിട്ടും. ദെൻ നമ്മൾ ഇനിയും സ്കാൻ ചെയ്യണം, അതായത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് നമുക്ക് എല്ലാ മെമ്മറി ബ്ലോക്സിനെ നമ്മൾ ചെക്ക് ചെയ്ത് വേണം പോകാൻ. രണ്ടാമത് അപ്പോൾ 500-നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ് വിത്ത് എത്രയുണ്ട് മെമ്മറി സ്പേസ്, 388 ബ്ലോക്ക് അൺയൂസ്ഡ് ആയിട്ട് പോകും. 388 സ്പേസ് KB ഫ്രീ ആയിട്ട് പോകും നമ്മൾ 112-നെ എടുത്ത് 500-ൽ വെച്ചാൽ.
അടുത്ത നമ്മൾ രണ്ടാമത്തെ മെമ്മറി ബ്ലോക്ക് നോക്കും. അവിടെ നോക്കുന്നത് എന്താണ് 200 ആണ്. 200 മൈനസ് 112 ചെയ്യുമ്പോൾ നമുക്ക് 88 കിട്ടും. അതായത് ഡിഫറൻസ് 88 ഉള്ളൂ. അതായത് നമ്മൾ ഇൻ കേസ് 112നെ 200 പ്ലേസ് ചെയ്താൽ നമുക്ക് ബാക്കി അല്ലെങ്കിൽ അൺയൂസ്ഡായി പോകുന്ന മെമ്മറി സ്പേസ് 88 ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ആദ്യം നോക്കും 300 നോക്കും. 300 മൈനസ് 112 ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? 118 ആണ്. സോ എമംഗ് ദീസ് 3 ഏറ്റവും മിനിമം സ്പേസ് റിക്വയർമെൻറ്റ് ഡിഫറൻസ് വരുന്നത് ആർക്കാണ്? ഈ ഒരു 112നെ നമ്മൾ 200 പ്ലേസ് ചെയ്യുമ്പോഴാണ്. സോ വി ക്യാൻ യൂസ് ദിസ് 200. The memory block which is having 200 KB will be used for this the request 112 അല്ലേ. 112 KB റിക്വസ്റ്റ് ചെയ്യുന്ന ബ്ലോക്കായി റിക്വസ്റ്റിനെ നമുക്ക് ഏത് ബ്ലോക്കിലേക്ക് അസൈൻ ചെയ്യാം? 200ലേക്ക് അസൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതവിടെ സെറ്റായി. ഇനിയിപ്പോൾ നമ്മൾ നോക്കുന്നത് എന്താ? ഇനി നമ്മൾ നോക്കുന്നത് ഇന്നത്തെ വരച്ചപ്പോഴേക്കും ഇവിടെ 300 200 എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്? അടുത്ത എലമെൻറ്റ് നോക്കും. ഓക്കെ, സോ ഇവിടെ 300 ഇവിടെ 200. അപ്പോൾ 200 ഇവിടെ 200 ഇവിടെ 300. ഓക്കെ, അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യണം? അടുത്ത എലമെൻറ്റ് നോക്കും. അടുത്ത റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 418. 418നെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന മെമ്മറി ബ്ലോക്ക് ഏതാ ഉള്ളത്? 100ൽ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് കാണുന്ന 500, അതായത് 400 എബോ ആയിരിക്കണം. ഇവിടെ 400 എബോ ആയിട്ടുള്ള ഒരൊറ്റ ആൾ മാത്രമേ ഉള്ളൂ. അതാരാണ്? 500 ആണ്. അപ്പോൾ നമ്മൾ വീണ്ടും സെക്കൻഡ് തോട്ടിൻ്റെ ആവശ്യമില്ല. 418 വിൽ ബി പ്ലേസ്ഡ് ഹിയർ. അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? 90 KBയുടെ റിക്വസ്റ്റാണ്. സോ 90 KBയുടെ റിക്വസ്റ്റ് നോക്കുന്ന സമയത്ത് 90 ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള നമ്പർ ഏതാ? 100. അതിനേക്കാളും കൂടുതലാണ് 200, അതിനേക്കാളും കൂടുതലാണ് 300 അല്ലേ. അപ്പോൾ ശരിക്കും നമുക്ക് സേഫായിട്ട് നമുക്ക് എവിടെ പ്ലേസ് ചെയ്യാം? 90യെ നമുക്ക് 100ൽ പ്ലേസ് ചെയ്യാം. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ബെസ്റ്റ് ഫിറ്റ് അലോക്കേഷൻ. എന്ത് അലോക്കേഷനാണ്? ബെസ്റ്റ് ഫിറ്റ് അലോക്കേഷൻ ഇവിടെ കഴിഞ്ഞു അല്ലേ. സോ ഫസ്റ്റ് ഫിറ്റും ബെസ്റ്റ് ഫിറ്റും തമ്മിലുള്ള കമ്പാരിസൺ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പം ഫസ്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു റിക്വസ്റ്റിനെ നമുക്ക് ഹോൾഡ് ചെയ്യേണ്ടി വന്നു. ബിക്കോസ് വി ഡോണ്ട് ഹാവ് എ കണ്ടിന്യൂസ് മെമ്മറി ടു അലോക്കേറ്റ് ദ റിക്വസ്റ്റ് വിച്ച് ഇസ് കറസ്പോണ്ടിങ് ടു 418 KB അല്ലേ. 418 KB റിക്വസ്റ്റിന് വേണ്ടിയുള്ള ഒരു റിക്വസ്റ്റിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റിയില്ല. ഈവൻ ദോ നമ്മുടെ കയ്യിൽ കുറേ മെമ്മറി സ്പേസ് ഉണ്ടെങ്കിലും ഫസ്റ്റ് ഫിറ്റിൻ്റെ കേസിൽ. ബെസ്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്തേ? നമുക്ക് എല്ലാ റിക്വസ്റ്റുകളെയും പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റി. പക്ഷേ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ ഇടയ്ക്ക് ചെറിയ ചെറിയ മെമ്മറി ഫ്രാഗ്മെൻറ്റ്സ്, ചെറിയ ചെറിയ മെമ്മറി ലൊക്കേഷൻസ് അവിടെ അൺയൂസ്ഡായിട്ട് കിടപ്പുണ്ട്. നോക്കിക്കേ, 100 നമ്മൾ 90 എടുത്ത് 100 പ്ലേസ് ചെയ്യുമ്പോഴേക്കും ഇവിടെ 10 KB ഫ്രീ ആണ്. അതേപോലെ തന്നെ 200ലേക്ക് നമ്മൾ 200ലേക്ക് 112നെ എടുത്ത് വെക്കുന്ന സമയത്ത് 200ലേക്ക് 112നെ എടുത്ത് വെക്കുന്ന സമയത്ത് ഇവിടെ എത്രയാണ്? 88 ഫ്രാഗ്മെൻറ്റ്സ് മെമ്മറി ബ്ലോക്ക്സ് അവിടെ ഫ്രീ ആണ് അല്ലേ. അപ്പം 88 KB അവിടെ ഫ്രീ ആണ് ഒരു മെമ്മറി ബ്ലോക്കിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും ഉണ്ട്. എങ്കിലും കമ്പാരിറ്റീവ്ലി ബെസ്റ്റ് ഫിറ്റ് ഈസ് പെർഫോമിങ് ബെറ്റർ ദാൻ ദിസ്. ഏതാണ്? ഫസ്റ്റ് ഫിറ്റിനേക്കാളും ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്ന ആരാണ്? ബെസ്റ്റ് ഫിറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും.